ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് തന്നെ സ്നാക്സ് ബോക്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ. ഇനി നമ്മുടെ വീഡിയോയിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ അത് അക്കുബേബി സെക്കൻഡ് ഡേ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ ഒരു ബ്രെഡ് എടുത്ത് അതിൽ പകുതിയിൽ ന്യൂട്ടല്ലയും പകുതിയിൽ പീനട്ട് ബട്ടറൊക്കെ വെച്ച് പിന്നെ കുറച്ച് എന്തോ ഒരു സാധനം കേട്ടോ ഗൈസ്. അത് എനിക്ക് എന്താ പേരൊന്നും അറിയില്ല. അതവന് ഭയങ്കര ഇഷ്ടമായി. മേമി കൊണ്ടുവന്ന് അതൊക്കെ കൊണ്ടുവന്ന് അവൻ തന്നെ സ്നാക്സ് ബോക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടോ. പിന്നെ ഇതാ എല്ലാത്തിലും പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറിയാലോ വിചാരിച്ചിട്ടോ. അപ്പോൾ മേമി അത് നന്നായിട്ട് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഡ്രസ്സ് വെക്കാൻ പറഞ്ഞു, സിമ്പിൾ ഡ്രസ്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. കാരണം കുട്ടികളെ എന്തെങ്കിലുമൊക്കെ അഴുക്കാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ കഴിച്ചു കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അന്ന് പോണത്. അപ്പോൾ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് കാരണം നമ്മൾ ഓട്ടോയിലാട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ച് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും അവന് കൊണ്ടാക്കാൻ വരണം എന്നിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. മേമിക്ക് ഫസ്റ്റ് ഡേ വരാൻ പറ്റാത്തതുകൊണ്ട് മേമി സെക്കൻഡ് ഡേ ആണ് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ കയറുന്ന ഒരാൾ ഭയങ്കര ഉഷാറായിരുന്നു ഗായ്സ്. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് തന്നെ കണ്ടപ്പോൾ ആവുന്നു, നീ അമ്മയും ഡാഡി അവിടെ നിൽക്കുമോ, പുറത്ത് നിൽക്കുമോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവന് ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് സങ്കടമാവുമല്ലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടോ. അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത് വേണ്ടത് ഞാൻ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആൾ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവൻ കരഞ്ഞൊന്നുമില്ല. പക്ഷെ ഡാഡാ നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവൻ സീക്രട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഗായ്സ്. ഫസ്റ്റ് ഡേ അല്ലേ, ഇപ്പോൾ സെക്കൻഡ് ഡേ അല്ലേ, എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് ഇതാ 12 മണി കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചു കേട്ടോ നമ്മളെ. അപ്പോൾ നമ്മൾ പോയി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വരുന്നേ ഉണ്ടായിരുന്നില്ല. അവനവിടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. ആ സീറ്റിൽ ഇരുന്ന് കുട്ടീനെ ഭയങ്കര കൂട്ടായിട്ടോ. അവൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്കൂൾ വിശേഷങ്ങളൊക്കെ പറയാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ അവർക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞു ഭയങ്കര പാവം സുന്ദര കുട്ടപ്പനാണെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവൻ ഒരു വഴക്കൊന്നും ഉണ്ടാക്കണില്ല, എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ടോ. സാധാരണ അവൻ അങ്ങനെയല്ല. പിന്നെ അവന് പോയിട്ട് ആ ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടതില്ല. അപ്പോൾ ടീച്ചറോട് പോയിട്ട് വീണ്ടും എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു കേട്ടോ. കാരണം അവനവൻ്റെ പേരറിയാനിട്ട്. എന്നിട്ട് പോയി ടാറ്റയൊക്കെ പറഞ്ഞു, ടീച്ചർക്ക് യാത്രയൊക്കെ കൊടുത്തു. പിന്നെ സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കൊണ്ടാക്കിയ പോലെ ആയിരുന്നില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവനെ പാർക്കിലൊക്കെ കളിക്കാൻ കുറച്ച് നേരം കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പാർക്ക് കളിക്കുമ്പോഴും നമുക്ക് ക്ലാസ്സിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോന്ന് കേട്ടോ. അതിന് ശേഷം പാർക്ക് കയറി. പാർക്കാണ് അവരെ ഏറ്റവും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാർക്കിൽ കയറി കുറേ നേരം ഡാഡ അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാനവിടെ റെസ്റ്റ് ചെയ്തു. ഞാനവിടെ കുറേ പാരൻസായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവനാണെങ്കിൽ പാർക്കിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് കേട്ടോ വലിച്ച് പാർക്കിൽ നിന്ന് കൊണ്ടുവന്നത്. അവൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ ബാഗൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടോ എന്നുള്ളതോ. അപ്പോൾ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കാരണം അതൊന്നും തുറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല തോന്നുന്നു കേട്ടോ. സ്നാക്സ് ഒക്കെ പിന്നെ ഫുള്ള് കഴിച്ചിട്ടുണ്ടു. പേരൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാഞ്ഞു പോയിരുന്നു കേട്ടോ. സ്നാക്സ് ഒക്കെ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം ഒട്ടും കുടിച്ചില്ല. അപ്പം നാളെ വരുമ്പോൾ വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അക്കുബേബി